നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെൽക്കം ഡ്രിങ്കുമായിട്ടാണ്. ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിരങ്ങ കൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ചിരങ്ങ വളരെ ആരോഗ്യപ്രദമാണ്. ചിരങ്ങയിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചിരങ്ങ നമ്മുടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ സഹായകരമാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ജ്യൂസിന് വേണ്ട സാധനങ്ങൾ മെയിൻ ഇൻഗ്രീഡിയന്റ് ചിരങ്ങ. ഇത് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. ഈ ചിരങ്ങ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറെ കുറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വളരെ ഫലപ്രദമാണ്. ഈ ചിരങ്ങ ഡെയിലി കഴിക്കുന്നത് തടി കുറക്കാൻ അഥവാ വെയിറ്റ് ലോസിന് സഹായിക്കും. പിന്നെ ചിരങ്ങ ഹൃദയത്തിന്റെയും ലിവറിന്റെയും ഒരു ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇത് ഞാൻ ചിരങ്ങ തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തതാണ്. ഞാൻ ഈ ചിരങ്ങ ഇളയതായതുകൊണ്ട് ഇതിന്റെ കുരു കളഞ്ഞിട്ടില്ല. പച്ചക്ക് ഈ ചിരങ്ങ ഒരു 2 കപ്പ് ഉണ്ടാവും. ഇത് ജ്യൂസിന് ഉപയോഗിക്കുമ്പോൾ വേവിച്ചിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കറിയാലോ, ചിരങ്ങയില് മെയിൻ ആയിട്ട് വാട്ടർ കണ്ടന്റ് ആണുള്ളത്. അപ്പോ കുക്കറിൽ ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലിന് വേവിച്ചെടുത്താൽ മതി. ഇനി കുക്കറിലല്ലാതെയാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. പിന്നെ വേവിച്ച് കഴിയുമ്പോൾ ഈ ചിരങ്ങ ഒരു കപ്പിന് താഴെയായിട്ട് ചുരുങ്ങും. അപ്പൊ കുറച്ച് വെള്ളം വേവിക്കാൻ ഉപയോഗിച്ചാൽ മതി. പിന്നെ മിൽക്കും ഈ ജ്യൂസിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ്. എല്ലാ ജ്യൂസിനും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂൾഡ് മിൽക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്, അഥവാ തണുപ്പിച്ച മിൽക്ക്. പിന്നെ ഷുഗർ, ഇത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പിന്നെ ഏലക്ക, ഇത് ഒരു 5-6 എണ്ണം മതി. ഇത് ചെറുതായതുകൊണ്ടാണ്, വലുതാണെങ്കിൽ 3-4 മതി. ഇത് ഈ ജ്യൂസിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് അല്ല, ഇത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ മിൽക്ക് മെയ്ഡ്, ഈ മിൽക്ക് മെയ്ഡ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ഒരു 1-2 സ്പൂൺ മതി. പിന്നെ അണ്ടിപ്പരിപ്പ്, ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇത് ഈ ജ്യൂസിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ചിരങ്ങ വേവിച്ചെടുക്കുമ്പോൾ 1 കപ്പിലും താഴെ ചുരുങ്ങുന്ന സ്ഥിതിക്ക് ഈ പാല് ഒരു 1-1.5 കപ്പ് മതി. ഇനി ഞാൻ ഈ ചിരങ്ങ ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ചിരങ്ങയാണ്. ഇതിപ്പോ വേവിച്ചെടുത്തു. അപ്പോ ഇത് നേരത്തെ ഈ പാത്രത്തിൽ ഏകദേശം ഫുള്ള് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് 1 കപ്പിലും താഴെ ചുരുങ്ങിയിട്ടുണ്ട്. ഇനി ഈ ചിരങ്ങ മിക്സിന്റെ ജാറിലേക്ക് ഇടാൻ പോവാണ്. ചിരങ്ങ ആഡ് ചെയ്തു. ഇനി അടുത്തത് പാല് കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം പാല് കൂടുതൽ ഒഴിച്ചാല് ഈ ചിരങ്ങ നന്നായിട്ട് അരയൂല. ഇനി ഇതിലേക്ക് ഏലക്ക ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യാം.
മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക, അഥവാ കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് 2 ടേബിൾ സ്പൂൺ ആണുള്ളത്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാർ അടിച്ചിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കാരണം ഇതില് അണ്ടിപ്പരിപ്പ് ഉണ്ട്, പിന്നെ ചിരങ്ങന സീഡ് ഉണ്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് അപ്പൊ ഞാനിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ഇതില് മധുരം കുറച്ച് കുറവാണ്. അതുകൊണ്ട് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്യാണ്. ഇതിലേക്ക് ബാക്കിയുള്ള മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുക. ജാർ അടിച്ചിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കുക. ഇപ്പൊ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോ നന്നായിട്ട് തിക്കായിട്ടാണുള്ളത്. അപ്പൊ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാൻ പോവാണ്. ഇതിപ്പോ വേണ്ടവർക്ക് വെള്ളം ഒഴിച്ച് ലൂസാക്കുക ചെയ്യാം. ഇത് കോൾഡ് വാട്ടർ ആണ്. ജ്യൂസിന് കോൾഡ് വാട്ടർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഇത് കുറച്ചും കൂടി ലൂസ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ചെറിയ ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ്. ഒരു ചരങ്ങ ജ്യൂസ് ആയതുകൊണ്ട് ചരങ്ങ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളുടെ ചരങ്ങ ജ്യൂസ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയാണ്. അതുപോലെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയതുമാണ്. നിങ്ങൾ ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ യൂട്യൂബിലൂടെ അറിയിക്കണം. പിന്നെ ഈ ജ്യൂസ് ഗസ്റ്റിനൊക്കെ കൊടുത്താല് അവരാരും അറിയില്ല ഇത് ചരങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. പിന്നെ നിങ്ങൾ എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കും എന്ന വിശ്വാസത്തോടെ ഓക്കെ ബൈ.